നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലവർഷ ഫലം. ഇതാ വീണ്ടും ആഗമനമായി 1202 വർഷം. എല്ലാവർക്കും സുഭിക്ഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫലം പറയാണ്. മേടരാശി പറഞ്ഞായിരുന്നു, ഇടവരാശി പറഞ്ഞായിരുന്നു, ഇനിയിപ്പം മിഥുന രാശിക്കാർക്ക് എങ്ങനെ? അപ്പോൾ ഈ വരുന്ന 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 7:33 ചിങ്ങരവി സംക്രമം. അപ്പോൾ നമുക്ക് 2027 ഓഗസ്റ്റ് 17 വരെ കൊല്ലവർഷം 1202 വർഷത്തിൻ്റെ ഫലമാണ് പറയുന്നത്. അപ്പോൾ മീനക്കുറുകാർക്ക് എങ്ങനെ? മകേരാര, തിരുവാതിര, പുണർന്ന മുക്കാൽ ഇവർക്ക് ഇപ്പം നിലവിൽ കർക്കിടകത്തിൽ ഉച്ചഭാവത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരം, 10 ശനിയുടെ സഞ്ചാരം, ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹമായ സർപ്പന്റെ സഞ്ചാരം. അപ്പോൾ ഇപ്പോൾ ഭാഗ്യക്കുറവുണ്ട്. 2 ഗുരു ഉച്ചഭാവത്തിലാണെങ്കിലും ധനപരമായിട്ടൊക്കെ നേട്ടം ഉണ്ടെങ്കിലും പുത്രഭാഗ്യം, വിവാഹയോഗം ഇതൊക്കെ ഇപ്പോൾ തടസ്സമാണ് കാണുന്നത്. ഭാഗ്യസ്ഥാനത്ത് സർപ്പന്റെ സ്ഥിതി ഇത്തിരി മോശമാണ്. പിന്നെ കണ്ടകശനിയും കൂടെ അല്ലേ, 10 കണ്ടകനാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇത് മാറുകയാണ് ഇനിയിപ്പം. ഈ വരുന്ന 2026 സെപ്റ്റംബർ 18 കുജൻ ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം ഒരു ഉച്ചഗ്രഹത്തിൻ്റെ കൂടെ ഒരു നീചഗ്രഹം സഞ്ചരിക്കുമ്പോൾ നീചഭംഗ രാജയോഗം സംഭവിക്കും. ഇപ്പോൾ കർക്കിടകത്തിൽ കുജൻ നീചനാണ്, ഗുരു ഉച്ചനാണ്. അപ്പോൾ പഠന വിഷയത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അത് മെഡിക്കൽ പഠനം പറയണം, മറ്റുള്ള പഠനമാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇപ്പോൾ മർച്ചൻസ് പറയുകയാണെങ്കിൽ പെർഫ്യൂമറി ബിസിനസ്, ഫ്ലവർ മർച്ചൻറ്റ്, ഗോൾഡ് ബിസിനസ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ബിസിനസ്, ഇവർക്കൊക്കെ ഈ കുജ ഗുരു സംഗമം വളരെ പ്രത്യേകതയാണ്. ഇതിലൊരു കാര്യം കൂടെ പറയാം. ഈ വരുന്ന സെപ്റ്റംബർ 18 മുതൽ 2027 ജൂലൈ 4 വരെ കുജ ഗുരു സംഗമം സംഭവിക്കുകയാണ്. അപ്പം ഗുരു ഒക്ടോബർ 24 മുതൽ 2027 ജാനുവരി 31 വരെ ചിങ്ങത്തിലാണ് അതിസാര ഗുരു സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുജനും കൂടെ സഞ്ചരിക്കും. വീണ്ടും ഗുരു വക്രഗതി ആകുമ്പോൾ കുജന് വക്രഗതിയായി ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കും. അപ്പോൾ ജൂലൈ 4 എന്ന് പറയുന്നത് 10 മാസ കാലയളവാണ്. ഗുരുകുജ സംഗമം അപൂർവമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്കൊരു ഇത് പറയുകയാണെങ്കിൽ ഗുരുചന്ദ്രയോഗം 4, 7, 10 ചന്ദ്രന്റെ 4-ാം ഭാവോ 7-ാം ഭാവോ 10-ാം ഭാവോ ഗുരു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഗജകേസരി യോഗം പറയും. ചന്ദ്രൻ്റെ കൂടെ ഗുരു ചേർന്നാൽ കേസരി യോഗം പറയും. കുജഗുരു സംഗമം ഗുരുമംഗളയോഗം വളരെ പ്രത്യേകതയാണ്. അപ്പം നമുക്കിത് നെഗറ്റീവായിട്ട് ചിന്തിക്കാം. ഇപ്പം ശനിയും കുജനും ചേർന്ന് കഴിഞ്ഞാൽ യുദ്ധഭീതി ഉണ്ടാവും, നാട്ടിന് തന്നെ ആപത്താണ്, അഗ്നിബാധ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ കഴിഞ്ഞ കാലം നമുക്ക് ശനിയും കുജനും ചേർന്നപ്പോഴാണ് യുദ്ധത്തിൻ്റെ തുടക്കം. ഇപ്പം ഇതെല്ലാം മാറുകയാണ്. ഇപ്പം നാട്ടിനും നല്ലതാണ്. അതുപോലെ രാശിക്കാർക്ക്, അത് മീനക്കൂറുകാർക്കും ഈ സംഗമം വളരെ പ്രത്യേകതയാണ്. വിജയം കൈവരിക്കാം. പഠനത്തിലാണെങ്കിലും ഒരു കേസിൽപ്പെട്ട് എന്തെങ്കിലും വസ്തു കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിലോ ഇതിലെല്ലാം നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം മാറുകയാണ് മീനക്കൂറുകാർക്ക്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുകയാണ്. നമുക്കിനി 10 മാസ കാലയളവ് സുഭിക്ഷത്തിൻ്റെ ദിനങ്ങളാണ്. എന്തുകൊണ്ടും നേട്ടം കൈവരിക്കാൻ സാധിക്കും. മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ പറയാം. ടീച്ചിങ്ങിൻ്റെ മേഖല എന്ന് പറയുന്നത് ഗുരുവിൻ്റെ കാരകമാണ്. അപ്പോൾ ഇപ്പം ഒരു ജോലി സാധ്യത, ഒരു ടെസ്റ്റ് എഴുതി നിൽക്കുകയാണ്, ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്, കിട്ടാനുള്ള യോഗം. അപ്പോൾ മേഖല പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിൽ നോക്കുകയാണെങ്കിലും ഗുരു കുജ സംഗമം വളരെ ഹെൽപ്പാണ്. പിന്നെ കുടുംബക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള അവസരം. ക്ഷേത്രം ഞങ്ങൾ 30 വർഷമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ കുടുംബക്കാരെല്ലാം ചേർന്ന് പുനരുദ്ധാരണം ചെയ്ത് അത് നല്ല രീതിയിൽ കൊണ്ടുവരാനും ദൈവാനുഗ്രഹം കിട്ടാനുള്ള യോഗം. മുതിർന്നവരാണെങ്കിലും മഹാക്ഷേത്രം ദർശനം, ഇപ്പോൾ മൂകാംബിക, തിരുപ്പതി, ശ്രീരംഗമൊക്കെ പോയി തൊഴാനുള്ള യോഗം കാണുന്നു. എന്തുകൊണ്ടും ഈ കാലയളവ് മീനക്കുറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കും. പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വിസിറ്റിംഗ് പോലെ
ജലരാശിയാണ്. കർക്കിടകം ജലരാശിയാണ്. ഗുരുകുജ സംഘവും ജലരാശി ആയതുകൊണ്ട് പഠനത്തിന് വേണ്ടി പുറത്തുപോയി പഠിക്കാനുള്ള യോഗം, അവിടെ തന്നെ ജോലി സാധ്യത. അപ്പോൾ എന്തുകൊണ്ട് മികച്ചതാണ് കാണുന്നത്, മോശവശമല്ല. ശുഭമസ്തു.